വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ് നമ്പർ 2 ആണ്. ഫസ്റ്റ് ക്ലാസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ എക്സാംസ് ആയിട്ട് ഞാൻ 2 ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ക്ലാസ് നമ്പർ 2 ആണ്. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഓക്കെ, ആദ്യം ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകളായിരുന്നു പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സ്റ്റിച്ചസിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ പേര് പോലെ തന്നെ നമ്മൾ ഈ ഒരു അതായത് റോസ് ഫ്ലവർ അതിൻ്റെയൊക്കെ തണ്ടുകളൊക്കെ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കുത്തി കുത്തി കൊടുക്കുക. നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലേക്കാണ്. ഇതിൻ്റെ എക്സാമ്പിൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. ഫ്രണ്ടിലേക്ക് കുത്തി കൊടുക്കുക. പിന്നെ ഇതിൽ സ്റ്റെം സ്റ്റിച്ചിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനത് ഇതിൻ്റെ എക്സാമ്പിൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ എക്സാമ്പിൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരിച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് കുത്തണം, എന്നാലും ഒരു ഭംഗിയാണ്. അടുപ്പിച്ച് കുത്തി കഴിഞ്ഞാൽ ചെയിനൊന്നും മനസ്സിലാവത്തില്ല. കുത്തി കുത്തി കൊടുക്കുക. ആ നൂലെടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് ഇത്രേ ഉള്ളൂ. അത് ചെയിൻ പോലെ ചെയ്യുന്നതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി അടുത്ത് നമ്മൾ മാജിക്കൽ ചെയിനാണ് ചെയ്യുന്നത്. അതായത് ചെയിൻ സ്റ്റിച്ചിൻ്റെ തന്നെ 2 കളർ വരുന്നത്. അതിനായിട്ട് ഞാനിപ്പം നൂലെടുത്തിട്ട് നമുക്ക് 2 കളർ ചേർക്കേണ്ടതുകൊണ്ട് തന്നെ അത്രയും കട്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട്. 3 ഇഴ വെച്ച്, ഒരു നൂലിൽ 6 ഇഴ കാണും, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 3 ഇഴ വെച്ചിട്ട് 2 കളറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നൂലിൽ കോർത്തതിന് ശേഷം ഇങ്ങനെ കുരുക്ക് പറ്റാൻ ഭയങ്കര ചാൻസ് ഉള്ള കേട്ടോ ഈ സ്റ്റിച്ച്. ഇങ്ങനെ 2 ആക്കി എടുക്കണം. കണ്ടോ, ഇങ്ങനെ 2 ആയിട്ട് കിടക്കണം, എന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതേ കണ്ടോ, കുത്തുക. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കയറ്റി കുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൂലിടുമ്പോഴത്തേക്ക് ആദ്യം ഒരു കളർ ഇടുക. ഏതാണോ കളർ ആദ്യം ഇടുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെയിൻ ചെയ്യുമ്പോൾ ആ കളറ് മാറ്റി രണ്ടാമത്തെ കളർ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ വരത്തില്ല. ഒരു വട്ടം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇതുപോലെ ഒരു കളർ ഇടുക, എന്നിട്ട് അടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത കളർ ഇടുക. കുരുങ്ങാൻ ഭയങ്കര ചാൻസാണ്, അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക ഈ സ്റ്റിച്ച്. ഇത് മാജിക്കൽ ചെയിൻ സ്റ്റിച്ച് ഇത്രേ ഉള്ളൂ. നല്ല ഭംഗിയായിരിക്കും ഫ്ലവറോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇതിൻ്റെ എക്സാമ്പിൾ വീഡിയോസ് ഞാൻ പുറകെ പോസ്റ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ഫെദർ സ്റ്റിച്ചാണ്. ഓക്കെ, ഫെദർ സ്റ്റിച്ചിനായിട്ട് 3 ലൈൻസ് നമ്മൾ വരയ്ക്കണം. സാധാരണ വരയ്ക്കുന്ന കണക്ക് ഒരു ലൈനല്ല, 3 ലൈൻസ് വരച്ചിട്ട് ഇതുപോലെ ഏറ്റവും താഴത്തെ ലൈനിൽ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക മുകളിലത്തെ ലൈനിലോട്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ അങ്ങ് മാറിക്കിട്ടും. ഇത് ഭയങ്കര എളുപ്പമാട്ടോ ഈ ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ. കാണാനും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതുപോലെ കുത്തി കുത്തി കൊടുത്താൽ മതി. കുത്തി കുത്തി കൊടുക്കുക, നൂല് കണക്ട് ചെയ്തിടുക. എന്നിട്ട് അടുത്തത് കുത്തി കൊടുക്കുക, നൂല് കണക്ട് ചെയ്തിടുക. കണ്ട ഒരു വേലിയൊക്കെ പോലെ ഇല്ല, മരത്തിൻ്റെ ശിഖരമൊക്കെ പോലെ ഇരിക്കും. ഇതിങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റത്ത് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഒരു എംബ്രോയ്ഡറി നല്ല രസമായിട്ടിരിക്കും. ഈ ഫെദർ സ്റ്റിച്ചും ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം സിമ്പിളാണ്. നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ലേസി ഡേസി. ഇതൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു കുടുംബത്തിൽ പെട്ടതാണ്. പക്ഷേ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒന്നിന് പുറകെ അടുത്തായിട്ട് ചെയിൻ പോലെ ചെയ്യുന്നുണ്ട് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും. ഇതിപ്പോൾ സിംഗിൾ പീസായിട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത് പ്രധാനമായിട്ട് ഫ്ലവർ ഒക്കെ അതായത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ലേസി ഡേസി എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ റൗണ്ടായിട്ടൊക്കെ നമുക്ക് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതിനാണ് പ്രധാനമായിട്ട് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ, പക്ഷേ സിംഗിൾ പീസായിട്ട് ഇതാക്കുക. എന്നിട്ട് അത് ലോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പുറത്തോട്ട് താഴേക്ക് കുത്തി ഇറക്കുക. അപ്പോൾ അതവിടെ ലോക്കാവും. പിന്നെ ആ ഒരു സ്റ്റിച്ച് ഇളകി പോകത്തില്ല. പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചുറ്റും ചെയ്തെടുക്കുക. നമുക്കിത് റൗണ്ടായിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഓരോ സ്റ്റാൻഡ് ഓരോ ഇതാണ്. അതായത് ഓരോ ചെയിൻ സ്റ്റിച്ചല്ല, ഓരോ ഇതുപോലെയാണ്. ഞാനിപ്പോൾ റൗണ്ടായിട്ടൊരു ഫ്ലവർ ഷേപ്പിന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിത്രേ ഉള്ളൂ. ഇനി ലേസി ഡേസിയുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഈ ഡബിൾ ലേസി ഡേസി, പിന്നെ ട്രിപ്പിൾ ലേസി ഡേസിയും വരുന്നുണ്ട്.
ഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പേര് തന്നെ കണ്ടാൽ അറിയായിരിക്കും. മുമ്പ് നമ്മൾ ലേസി ഡേസി ഒരെണ്ണം ഇട്ടാണ് ചെയ്തത്. ഇത് ഡബിൾ എന്ന് പറയുമ്പോൾ 2 എണ്ണം ആവും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം ഒരു കളർ ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്യണം. അത് ആദ്യത്തെ ലെയർ ചെയ്യുമ്പോൾ ഈ അറ്റം കണ്ടോ, ഞാൻ ഈ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന അറ്റത്തുനിന്ന് അകത്തോട്ട് വേണം ആദ്യത്തെ ചെയ്യാൻ. കാരണം രണ്ടാമത്തെ ലെയർ അതിൻ്റെ പുറത്ത് ആ അറ്റത്താണ് വരുന്നത്. അപ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്യണം. ഞാൻ ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ഇടാത്തതുകൊണ്ട് ആ രണ്ടാമത്തെ ഇത് വന്നപ്പോൾ അകത്തത് കാണാൻ പറ്റിയില്ല. നിങ്ങളിത് തമ്മിൽ ഇച്ചിരി ഡിസ്റ്റൻസ് ഇടുന്നത് നല്ലതായിരിക്കും. ഇച്ചിരി കുത്തുമ്പോൾ അകത്തി കുത്തുക. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളർ ഇട്ടിട്ട് ഇതുപോലെ അകലത്തിൽ കുത്തി കൊടുക്കുക. ഓക്കെ, അകലത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കണം. കണ്ടോ, രണ്ടാമത്തെ കളറിട്ട് ചെയ്യുക. അപ്പോൾ ഡബിൾ ലേസി ഡേസി കംപ്ലീറ്റ് ആയി. ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ 3 കളർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കളർ നമ്മൾ ചെയ്യണം. ആദ്യത്തെ കളർ നല്ല അടുപ്പത്തിലായിരിക്കണം വരുന്നത്. രണ്ടാമത്തത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മിഡിലിൽ, മൂന്നാമത്തത് ഏറ്റവും അറ്റത്ത്. ആ ഒരു അകലം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആദ്യത്തത് കുത്തുമ്പോഴത്തേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് കുത്തി വരുമ്പോൾ കറക്റ്റ് അളവ് തികയണം. ഞാനിപ്പോൾ നല്ല അകത്തോട്ട് വെച്ചിട്ടാണ് ഈ ആദ്യത്തെ ലെയർ ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലെയർ അതിൻ്റെ ഒരു നടുക്ക് പോർഷനിൽ വരുന്ന രീതിയിൽ കുത്തിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ലെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കളർ നൂല് ഇട്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെയർ ചെയ്യും. അപ്പോൾ അത് ട്രിപ്പിൾ ലേസി ഡേസി ആവും. ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്കത് അങ്ങനെ മനസ്സിലാവും. ഇത് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ശ്രദ്ധിച്ച് കണ്ടുകഴിഞ്ഞ് ഇത് മനസ്സിലാവും. അധികം കൺഫ്യൂഷൻ ഇല്ലെന്നില്ല. കണ്ടില്ലേ, മൂന്നാമത്തെ ലെയർ ചെയ്യൂ. ആദ്യത്തെ 2 ലെയർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെയർ ചെയ്യുകയാണ് ഞാൻ. ഇത് ഇത്രേ ഉള്ളൂ. ഈ മൂന്നാമത്തെ ലെയറും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ട്രിപ്പിൾ ലേസി ഡേസി കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് അടുത്ത വരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഓക്കെ, ഇത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, എന്നാൽ നീറ്റായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഇച്ചിരി വീതിക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് പാരലായിട്ട് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുമായിരിക്കും. ചെയ്യാൻ സിമ്പിളാണ്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. നൂലും പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മൾ ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വേറെ ബുദ്ധിമുട്ടോ മെനക്കേടോ ഒന്നുമില്ല. ഇങ്ങനെ ബാക്കിലോട്ട് കുത്തി കൊടുക്കുക. ഞങ്ങൾക്ക് നൂല് തീർന്നപ്പോൾ വേറെ കളർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു തരത്തിലുള്ളതാണ് ഈ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്ന സ്റ്റിച്ച്. ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുമ്പോൾ സാറ്റിൻ നമ്മൾ സെയിം അളവിനാണ് ചെയ്തത്. പക്ഷേ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിന് നമ്മൾ 3 ലൈൻ ഇടണം. 3 ലൈൻ ഇട്ടിട്ട് ആദ്യത്തെ നമ്മൾ സ്റ്റിച്ച് സാറ്റിൻ പോലെ നീളത്തിൽ കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റിച്ച് രണ്ടാമത്തെ ലൈനിൽ കൊടുക്കുക. അതായത് ആദ്യത്തെ ലൈനിൽ നിന്ന് നമ്മൾ കുത്തിയിട്ട് ആദ്യത്തെ സ്റ്റിച്ച് കുത്തി ഇറക്കേണ്ടത് മൂന്നാമത്തെ ലൈനിലേക്കാണ്. രണ്ടാമത്തെ സ്റ്റിച്ച് കുത്തി ഇറക്കേണ്ടത് രണ്ടാമത്തെ ലൈനിലേക്ക്. പേര് പോലെ തന്നെ ഒരെണ്ണം ലോങ് ഒരെണ്ണം ഷോർട്ട് ആയിരിക്കും. ഇന്നത്തേക്ക് ഇത്രയുള്ള. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.